പ്രധാനമന്ത്രി നരേന്ദ്രമോദി തൃശ്ശൂരിൽ സ്ഥാനാർത്ഥിയാവുമെന്ന പ്രചാരണം കൊഴുക്കുകയാണ്. ഈ പ്രചാരണം കേൾക്കുമ്പോൾ അക്ഷരാർത്ഥത്തിൽ ഉള്ളുപിടയുന്നത് സാക്ഷാൽ സുരേഷ് ഗോപിയുടേതാണ്. നരേന്ദ്രമോദി ജനുവരി 3-നും 17-നും തൃശ്ശൂരിൽ എത്തിയതിന് പിന്നിൽ ഇത്തരത്തിലൊരു ചതി കൂടി ഉണ്ടായിരുന്നുവെന്ന് സുരേഷ് ഗോപിക്ക് ആലോചിക്കാൻ കൂടി കഴിയുന്നില്ല, സ്വപ്നത്തിൽ പോലും കരുതിയിരുന്നില്ല. സാംസ്കാരിക തലസ്ഥാനത്തിൻ്റെ പാരമ്പര്യത്തെ തന്നെ മുതലെടുക്കാനാണ് BJP ശ്രമിക്കുന്നത്. മോദിയുടെ വടക്കുംനാഥ സന്നിധി, ഗുരുവായൂർ ക്ഷേത്രം, തൃപ്പയാർ ക്ഷേത്രം എന്നിവിടങ്ങളിലെ സന്ദർശനം കേവലമായൊരു സന്ദർശനമായിരുന്നില്ല. വിശ്വാസികളുടെ ഇടയിൽ സ്വാധീനം ഉറപ്പിക്കുകയായിരുന്നു ലക്ഷ്യം. അത് ലക്ഷ്യം കണ്ടുവെന്നാണ് BJP നേതൃത്വം വിലയിരുത്തുന്നത്. പൂരങ്ങളുടെ നാടായ തൃശ്ശൂരിൽ വിശ്വാസികളുടെ ഇടയിൽ നരേന്ദ്രമോദിക്ക് ഇമേജ് ഉണ്ടാക്കാൻ കഴിയുമെന്നാണ് BJPയുടെ കണക്കൂട്ടൽ. അതിനാൽ മോദി തന്നെയാവും സ്ഥാനാർത്ഥി എന്നാണ് പിന്നാമ്പുറ സംസാരം. കഴിഞ്ഞ ദിവസം കേരളം ചർച്ച ചെയ്ത RJD സംസ്ഥാന പ്രസിഡന്റ് MV ശ്രേയംസ്കുമാറിൻ്റെ വാക്കുകളും അതിന് അടിവരയിടുന്നു. തൃശ്ശൂരിൽ മോദി മത്സരിക്കണമെന്നാണ് താൻ ആഗ്രഹിക്കുന്നതെന്ന് TN പ്രതാപൻ MP നേരത്തെ പറഞ്ഞിരുന്നു. പ്രതാപൻ പറഞ്ഞതനുസരിച്ച് മോദി തൃശ്ശൂരിൽ മത്സരിച്ചേക്കുമെന്നാണ് ശ്രേയാംസ്കുമാർ പറഞ്ഞത്. കേരള രാഷ്ട്രീയത്തിലെ തൻ്റെ സ്ഥാനം ഉറപ്പിക്കുക എന്ന ലക്ഷ്യമായിരുന്നു മോദിയുടെ അടിക്കടിയുള്ള തൃശ്ശൂർ സന്ദർശനത്തിൻ്റെ ലക്ഷ്യം. ഇടത് വലത് മുന്നണികളെ മറികടക്കാനാവുന്ന ഒരു സ്ഥാനാർത്ഥിയെ തൃശ്ശൂരിൽ അവതരിപ്പിക്കുക എന്നതാണ് BJP കേന്ദ്ര നേതൃത്വത്തിൻ്റെ താല്പര്യം. സുരേഷ് ഗോപിയുടെ പ്രകടനം മോശമല്ലെങ്കിലും അദ്ദേഹത്തിൻ്റെ സ്ഥാനാർത്ഥിത്വത്തെ സംബന്ധിച്ച് ഒരു സൂചന പോലും മോദി നൽകാതിരുന്നത് ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. സുരേഷ് ഗോപിയെ കണ്ണൂരിലേക്കോ തിരുവനന്തപുരത്തേക്കോ അതുമല്ലെങ്കിൽ കൊല്ലത്തേക്കോ, അദ്ദേഹത്തിൻ്റെ സ്വന്തം നാടാണ് കൊല്ലം, കൊല്ലത്തേക്കോ മാറ്റി തൃശ്ശൂരിൽ മോദി മത്സരിക്കുമെന്നാണ് അണികൾക്കിടയിൽ പ്രചരിക്കുന്ന വാർത്ത. കേരളത്തിൽ വലിയ പ്രതിഫലനം ഉണ്ടാക്കാനാവുന്നില്ലെങ്കിൽ വിദൂര ഭാവിയിലൊന്നും BJPക്ക് കേരളം പിടിക്കാനാവില്ല. എങ്ങനെയെങ്കിലും തൃശ്ശൂർ പിടിക്കുകയാണ് BJPയുടെ ലക്ഷ്യം. തൃശ്ശൂരിലെ വിജയം കേരളത്തിൻ്റെ രാഷ്ട്രീയ ഭാവി നിശ്ചയിക്കുമെന്നാണ് BJPയുടെ വിശ്വാസം. തൃശ്ശൂരിലെ വോട്ടർമാർക്കിടയിൽ വളർന്നു വന്നിട്ടുള്ള മധ്യവർഗം പൊതുവിൽ സംഘപരിവാർ ആശയങ്ങളോടൊപ്പമാണ്. നഗര കേന്ദ്രീകൃതമായ ജീവിതം നയിക്കുന്നവരാണ് വോട്ടർമാരിൽ മഹാഭൂരിപക്ഷവും. 2019 കണക്കനുസരിച്ച് നഗരമേഖലയിലെ വോട്ടർമാരുടെ ശതമാനം 76.88 ഗ്രാമീണ മേഖലയിൽ വെറും 23.12% മാത്രമാണ്. 75% വരുന്ന നഗരമേഖലയിലെ വോട്ടർമാരായിരിക്കും ജയപരാജയങ്ങൾ തീരുമാനിക്കുന്നത്. കഴിഞ്ഞ തവണ TN പ്രതാപന് ലഭിച്ചത് 4,15,089 വോട്ടുകളാണ്. സുരേഷ് ഗോപിക്കാകട്ടെ 2,93,822 വോട്ടും ലഭിച്ചു. ഇവർ തമ്മിലുള്ള വോട്ട് വ്യത്യാസം 1,21,267 വോട്ട് മാത്രമാണ്. മോദി പ്രഭാവം കൊണ്ട് ഇതിനെ മറികടക്കാനാവുമെന്നും വിജയിക്കാനാവുമെന്നുമാണ് BJP പ്രതീക്ഷിക്കുന്നത്. അയോധ്യയിലെ ശ്രീരാമ പ്രതിഷ്ഠയോടെ ആടി നിൽക്കുന്ന കോൺഗ്രസ് കമ്മ്യൂണിസ്റ്റ് വോട്ടുകളും നേടാനാവുമെന്നാണ് BJP കരുതുന്നത്. ഇതിൻ്റെ ഭാഗമായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ, ധനമന്ത്രി നിർമ്മല സീതാരാമൻ, BJP അധ്യക്ഷൻ JP നദ്ദ തുടങ്ങിയ പ്രമുഖർ, അതുപോലെ തന്നെ RSS നേതാക്കളും കേരളത്തിൽ പ്രചാരണത്തിനായി എത്തിയേക്കും. ഏതായാലും സുരേഷ് ഗോപിയെ ഇങ്ങനെ വിഷമിപ്പിക്കുന്നതും ആദി കയറ്റുന്നതും ശരിയല്ലെന്നേ പറയുവാനുള്ളൂ. ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് പറയണം, ഇല്ലെങ്കിൽ അത് നേരത്തെ പറയണം. ആന കൊടുത്താലും ആശ കൊടുക്കരുതെന്ന പഴമൊഴി.